ലോകം അവസാനിക്കുമോ എന്ന ചോദ്യത്തിന് ഖുർആൻ വ്യക്തമായും കൃത്യമായും പറയുന്നു, ലോകം അവസാനിക്കുക തന്നെ ചെയ്യും. ശാസ്ത്രം എന്തു പറയുന്നു എന്ന് വ്യക്തമായ ഒരു അഭിപ്രായം നമുക്ക് ലഭിച്ചിട്ടില്ല. കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ ലഭിക്കുമായിരിക്കും. ഖുർആനിൽ സൂചനയുണ്ടെങ്കിലും ഇതിന് വ്യക്തത വരുത്തുന്നത് നബിയുടെ വചനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. അതിൽ ഒന്ന്, അടിമ യജമാനത്തിയെ പ്രസവിക്കുമെന്നുള്ളതാണ്. അതായത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അവസ്ഥ. സാധാരണഗതിയിൽ ചെയ്യുന്ന ജോലിയല്ല, മക്കളുടെ പ്രീതി സമ്പാദിക്കാൻ, മക്കളുടെ പ്രീതി നഷ്ടപ്പെടാതിരിക്കാൻ, മക്കളിൽ നിന്ന് അകലാതിരിക്കാൻ ഒക്കെ വേണ്ടി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യും. സാധാരണഗതിയിൽ ഇപ്പോൾ ഗൾഫിലുള്ള ഭാര്യയുടെ പ്രസവത്തിന് നോക്കാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് മാതാപിതാക്കളെയും അല്ലെങ്കിൽ മാതാവിനെയും കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെ ആ ഗണത്തിൽപ്പെടും. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ലോകാവസാനം പ്രതീക്ഷിച്ചോളൂ എന്ന് നബി പറഞ്ഞു. മറ്റൊന്ന്, തെരുവുകളിൽ വ്യഭിചാരം വർദ്ധിക്കും. വ്യഭിചരിക്കാൻ വേണ്ടി സ്ത്രീ പുരുഷനെ നിർബന്ധിക്കും. പുരുഷൻ സ്ത്രീയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വീണ്ടും നിർബന്ധിക്കുമ്പോൾ, എന്നാൽ ചെയ്യാം, അല്പം മാറി നിൽക്കാമെന്ന് പുരുഷൻ സ്ത്രീയോട് പറയും, ഒരു മറയിൽ വെച്ചായിക്കോട്ടെ എന്ന് പറയും. ഇങ്ങനെയുള്ള അവസ്ഥയും ലോകാവസാനത്തെ പ്രതീക്ഷിക്കാമെന്ന് നബി പറയുന്നു. നേരെ മറിച്ച് ഈ കാര്യം കേരളത്തിൽ അത്രമാത്രം നമുക്ക് മനസ്സിലാവാൻ സാധ്യത കുറവാണ്. സൂക്ഷിച്ചു നോക്കിയാൽ ചെറുതായൊക്കെ മനസ്സിലാക്കാമെന്ന് മാത്രം. നേരെ മറിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ഇത് സർവ്വസാധാരണമാണ് എന്നാണ് പറയുന്നത്.